നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ഇത്തവണ ഇടതിന്റെ ഒപ്പം നിൽക്കുമോ? നോക്കാം വിശദമായി. രാഹുൽ ഗാന്ധിയുടെ വരവും ശബരിമല വിഷയവും ആനടിച്ചിട്ടും ഇടതുപക്ഷത്തെ കഴിഞ്ഞ തവണ പിന്തുണച്ച ഏക മണ്ഡലമാണ് ആലപ്പുഴ. വലിയ ഒളിവെട്ടൊന്നും നടന്നില്ലെങ്കിൽ ആലപ്പുഴ ഇക്കുറിയും CPM-നൊപ്പം നിൽക്കുമെന്നതാണ് ജനപക്ഷം പറയുന്നത്. കഴിഞ്ഞ തവണ LDF-ന്റെ ജീവശ്വാസമായിരുന്നു ആലപ്പുഴ. ആ ആലപ്പുഴ UDF-ന്റെ തരംഗത്തിനിടയിലും പിടിച്ചെടുക്കാൻ LDF-നായി. 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് LDF സ്ഥാനാർത്ഥി AM ആരിഫ് വിജയപക്ഷത്തിലെത്തിയത്. 2019-ൽ 39.09% UDF-ന് സിറ്റിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആരിഫ് 40.91% വോട്ട് കരസ്ഥമാക്കി. 17.022%വുമായി NDAയും ആലപ്പുഴയിൽ തിളങ്ങി. NDAയ്ക്ക് നല്ല വോട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്നത് ഓർക്കണം. 1% തൊട്ടുമേലെ നിൽക്കുന്ന ഭൂരിപക്ഷമാണ് ആരിഫിനെ വിജയിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരേ ഒരു MP മാത്രമാണ് ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നത്. ആ MP-യുടെ പ്രവർത്തനത്തെ പറ്റി ആലപ്പുഴക്കാർ വിലയിരുത്തുന്നത് നോക്കാം. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും കുട്ടനാട് വിട്ടു പോവുകയും കരുനാഗപ്പള്ളി ചേക്കേറുകയും ചെയ്തതോടെ ആരിഫിന് കൂടുതൽ കരുത്തു പകരാൻ മണ്ഡലം കൈമാറ്റത്തിലൂടെ സാധിച്ചുവെന്ന് ഒരു പക്ഷം പറയുന്നു. എന്നാൽ ചേർത്തലയിലെ ലീഡ് കൊണ്ട് മാത്രമാണ് ആരിഫ് മുന്നിലെത്തിയതെന്നാണ് UDF അനുഭാവികൾ പറയുന്നത്. ഒരുപക്ഷെ KC വേണുഗോപാൽ മത്സര രംഗത്തുണ്ടെങ്കിൽ ഫലം മറ്റൊന്നാകുമെന്നും അവർ പറയുന്നു. മാത്രമല്ല, ഷാനിമോൾ തെരഞ്ഞെടുപ്പിൽ ആദ്യം ആലപ്പുഴക്കാരിയായിട്ടും ആലപ്പുഴ മത്സരിക്കാൻ താല്പര്യമില്ല, വയനാടാണ് താല്പര്യം എന്ന് പറഞ്ഞതും ജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായി. ഈഴവ ധീരവ സമുദായത്തിന് പ്രാധാന്യമുള്ള മണ്ഡലമാണ് തീരദേശ മണ്ഡലമായ ആലപ്പുഴ. ആരിഫിനെ പോലെ ഒരു നേതാവിനെ സാമുദായിക പരിഗണന വെച്ച് UDF മണ്ഡലത്തിൽ ഇറക്കിയാൽ മണ്ഡലം മറയുമോ അതോ LDF-നൊപ്പം നിൽക്കുമോ എന്നും വരും ദിനങ്ങളിൽ കാണാം.